ഹായ് KTU എഞ്ചിനീയറിംഗ് എക്സാംസിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൊഡ്യൂൾ 1 ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് ആൻഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന മൊഡ്യൂളിലെ പാർട്ട് എ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻ ടൈപ്സും നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഒരു റാൻഡം വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ആ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെ എങ്ങനെയാണ് തന്നിരിക്കുന്നത്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സി ബൈ ടു എക്സ്. എക്സ് എടുക്കുന്ന വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് രണ്ട് കാര്യങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് വൺ ഇസ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് സി ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ഇസ് നോട്ട് ഈക്വൽ ടു 1. അപ്പോൾ നമുക്കറിയാം PMF അല്ലെങ്കിൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷനെ കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ അവിടെ രണ്ട് പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പഠിച്ചത്. ഒന്ന് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, അതായത് എല്ലാ പ്രോബബിലിറ്റീസും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ആൻഡ് സെക്കൻഡ് പ്രോപ്പർട്ടി വാസ് ദാറ്റ് സമ്മേഷൻ എഫ് ഓഫ് എക്സ്, നമ്മൾ എല്ലാ പ്രോബബിലിറ്റീസും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 ആയിരിക്കും കിട്ടുക. സോ ഈ സെക്കൻഡ് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് ഫസ്റ്റ് പാർട്ട് നോക്കാം. വാല്യൂ ഓഫ് സി ആണ് നമുക്ക് വേണ്ടുന്നത്. സോ സമ്മേഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1. ഇവിടെ എക്സ് എന്ന് പറയുന്നത് റേഞ്ച് ചെയ്യുന്നത് എവിടെ തൊട്ട് എവിടെ വരെയാ? 1 തൊട്ട് 3 വരെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സമ്മേഷൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ എന്താ വരിക? എഫ് ഓഫ് 1 പ്ലസ് എഫ് ഓഫ് 2 പ്ലസ് എഫ് ഓഫ് 3 ഈക്വൽ ടു 1 എന്ന് വരും. വി ആർ ഗിവൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സി ബൈ 2x. സോ എഫ് ഓഫ് 1 എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? എക്സിന്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുത്താൽ മതി. സോ വി ഗെറ്റ് സി ബൈ 2 into 1 which is equal to c by 2. അപ്പോൾ എഫ് ഓഫ് 1ന്റെ സ്ഥാനത്ത് നമുക്ക് c by 2 ഇടാം. ഇതുപോലെ എഫ് ഓഫ് 2 നമുക്ക് കിട്ടുന്നത് c by 4 എന്നാണ്. അതുപോലെ എഫ് ഓഫ് 3 കിട്ടുന്നത് c by 6 എന്നാണ്, ഈക്വൽ ടു 1. സോ ഇതിനെ നമ്മൾ LCM ഒക്കെ എടുത്ത് സോൾവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് സിയുടെ വാല്യൂ എന്ന് പറയുന്നത് 12 by 11 എന്നാണ് കിട്ടുക. സോ നമുക്ക് സെക്കൻഡ് പാർട്ട് നോക്കാം. സെക്കൻഡ് പാർട്ടിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 1 ആണ്. സോ നമുക്ക് തന്നിരിക്കുന്ന എക്സിന്റെ വാല്യൂസിൽ ഏതൊക്കെയാണുള്ളത്? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. എക്സ് നോട്ട് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ പിന്നെയുള്ള പ്രോബബിലിറ്റീസ് ഏതൊക്കെയാണ്? പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 ആൻഡ് പി ഓഫ് എക്സ് ഈക്വൽ ടു 3 ആണ് നമുക്ക് വേണ്ടുന്നത്. സോ പി ഓഫ് എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? നമ്മുടെ എഫ് ഓഫ് 2 തന്നെയാണ്. പി ഓഫ് എക്സ് ഈക്വൽ ടു 3 എന്ന് പറയുന്നത് എഫ് ഓഫ് 3 ആണ്. സോ എഫ് ഓഫ് 2 എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചു സി ബൈ 4 ആണ്. ആൻഡ് എഫ് ഓഫ് 3 എന്ന് പറയുന്നത് സി ബൈ 6 ആണ്. ലാസ്റ്റ് നമുക്ക് സിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇതിനെ നമ്മൾ LCM ഒക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും 10 സി ബൈ 24 എന്നാണ് കിട്ടുക. സോ സിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 10 by 24 into 12 by 11 which is equal to നമുക്ക് കിട്ടുന്ന ഫൈനൽ വാല്യൂ 5 by 11 എന്നാണ്. സോ ദിസ് ഇസ് ദി റിക്വയർഡ് ആൻസർ. നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പോസോൺ ഡിസ്ട്രിബ്യൂഷന്റെ മീനും വേരിയൻസും ഡിറൈവ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇത് ഞാൻ എന്റെ വീഡിയോ 12 and 13 ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കിയാൽ മതി. ഇവിടെ ഞാൻ ഡെറിവേഷൻ വീണ്ടും പറയുന്നില്ല. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. രണ്ടിന്റെയും ഡെറിവേഷൻ പഠിച്ചു വെച്ചേക്കുക. സോ നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ദിവസം ഒരു കമ്പ്യൂട്ടർ എത്ര തവണ മൽഫങ്ഷൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റീസുമാണ് നമുക്ക് ഇവിടെ ടേബിൾ ആയിട്ട് തന്നിരിക്കുന്നത്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മീൻ ആൻഡ് വേരിയൻസ് ആണ്. സോ ഫസ്റ്റ് നന്നായിട്ട് മീന്റെയും വേരിയൻസിന്റെയും ഫോർമുലാസ് പഠിച്ചു വെച്ചോളണം. അത് വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. മീൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ് അല്ലെ. എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നതിന്റെ ഫോർമുല സമ്മേഷൻ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് ആണ്. പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി ആണ്. അതുപോലെ തന്നെ വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ ആണ്. സോ ഈ രണ്ട് ഫോർമുലാസ് പഠിച്ചോളണം. ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്, അതായത് മീൻ നോക്കാം. നമുക്കറിയാം ഫോർമുല എന്ന് പറയുന്നത് സമ്മേഷൻ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് ആണ്. അതായത് ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഏതൊക്കെ വാല്യൂസ് എടുക്കുന്നത്? 0 തൊട്ട് 6 വരെ എടുക്കുന്നുണ്ട്. എക്സിന്റെ റേഞ്ച് വരുന്നത് ഫ്രം 0 to 6 ആണ്. സോ ഫസ്റ്റ് വൺ നമ്മൾ എടുക്കുന്നത് എന്താണ്? 0 ഇൻറ്റു പ്രോബബിലിറ്റി കറസ്പോണ്ടിങ് ടു 0, അതായത് 0.17 വരും. ഇതുപോലെ അടുത്തത് എക്സ് വാല്യൂ എടുക്കുന്നത് 1 ആണ്. അതിന് കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി 0.29. ഇങ്ങനെ ഏറ്റവും ലാസ്റ്റ് എവിടെ വരെ വരും? 6 ഇൻറ്റു അതിന് കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി 0.01 വരെ വരും. സോ നമുക്ക് ഫൈനലി കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 1.8 എന്നായിരിക്കും. ഇതുപോലെ നമുക്ക് വേരിയൻസ് കൂടി കണ്ടുപിടിക്കാം. അപ്പൊ നമുക്കറിയാം വേരിയൻസിന്റെ ഫോർമുല എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ. ഈ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ കണ്ടുപിടിച്ച എന്ത്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് മീൻ ആണ്, അതിന്റെ സ്ക്വയർ എടുത്താൽ മതി. പക്ഷെ നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് അറിയില്ല. അത് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്താണെന്ന് നോക്കാം. അപ്പൊ നമുക്കറിയാം എന്താണ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഇസ് എ ഫംഗ്ഷൻ ഓൺ എക്സ്. സോ അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് സമ്മേഷൻ, അതിന്റെ അകത്ത് നമ്മുടെ ഫംഗ്ഷൻ ഏതാണോ അതിട്ട് കൊടുക്കുക ഇൻറ്റു എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി. എക്സ് റേഞ്ച് ചെയ്യുന്നത് ഫ്രം 0 to 6 ആണ്. സോ നമ്മൾ നേരത്തെ എക്സ്പാൻഡ് ചെയ്തതുപോലെ ഇവിടെ ഓരോ എക്സും എക്സ്പാൻഡ് ചെയ്ത് വരുമ്പോൾ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ഞാനൊന്ന് എഴുതി കാണിക്കാം.
ആദ്യത്തെ നമ്മുടെ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ് അല്ലേ? സോ 0 സ്ക്വയർ ഇൻറ്റു അതിന്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി ആയ 0.17 പ്ലസ് സെക്കൻഡ് വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. സോ 1 സ്ക്വയർ ഇൻറ്റു അതിന്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി ആയ 0.29. സോ ഇങ്ങനെ നമുക്ക് 6 വരെ എഴുതി കാണിക്കാം. സോ ഇവിടെ നമുക്ക് ഫൈനലായിട്ട് കിട്ടുന്നത് 5.04 എന്ന് പറയുന്ന വാല്യൂ ആണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ആയിട്ട് കിട്ടുന്നത്. ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ആണല്ലേ? അവിടെ വെച്ച് ഒരിക്കലും നിർത്തരുത്. നമ്മുടെ വേരിയൻസിന്റെ ഫോർമുല എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ ആണ്. സോ ഫൈനലി നമുക്ക് വേരിയൻസ് എങ്ങനെ കിട്ടും? വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് കിട്ടിയ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ, അതായത് 5.04 മൈനസ് രണ്ടാമത്തെ എന്തായിരുന്നു? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ, അതായത് മീനിന്റെ സ്ക്വയർ ആയിരുന്നു. മീൻ എന്ന് പറയുന്നത് 1.8 ആയിരുന്നു. സോ അതിന്റെ സ്ക്വയർ എടുത്താൽ മതി. അപ്പൊ ഇവിടെ എന്ത് വരും? 1.8 ഹോൾ സ്ക്വയർ. സോ ഇതിനെ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് 1.8 എന്ന് തന്നെയാണ്. സോ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റനിൽ നമ്മൾ മീനും വേരിയൻസും കണ്ടുപിടിക്കുക. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എക്സിനും വൈക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ജോയിന്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. സോ നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആണോ എന്നാണ്. അപ്പൊ എങ്ങനെ നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് പറ്റുക? രണ്ട് റാൻഡം വേരിയബിൾസ് ഇൻഡിപെൻഡന്റ് ആവണമെങ്കിൽ നമ്മുടെ കണ്ടീഷൻ എന്തായിരുന്നു? ജോയിന്റ് പ്രോബബിലിറ്റി, അതായത് പി ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് മസ്റ്റ് ബി ഈക്വൽ ടു ദി പ്രോഡക്റ്റ് ഓഫ് ദി മാർജിനൽ പ്രോബബിലിറ്റീസ്, അതായത് എക്സിന്റെ മാർജിനൽ പ്രോബബിലിറ്റിയുടെയും വൈയുടെ മാർജിനൽ പ്രോബബിലിറ്റിയുടെയും പ്രോഡക്റ്റിനോട് ഈക്വൽ ആയിരിക്കണം നമ്മുടെ ജോയിന്റ് പ്രോബബിലിറ്റി പി ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത്. സോ ഇത് എല്ലാ പെയേഴ്സ് ഓഫ് എക്സ് വൈക്കും എന്തായിരിക്കണം? സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആണ് എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ടേബിൾ തന്നിരിക്കുന്നത് നോക്കിക്കേ. ഇവിടെ പി ഓഫ് 1 എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഈക്വൽ ടു 1ഉം വൈ ഈക്വൽ ടു 1ഉം. അതല്ലേ നമ്മുടെ ജോയിന്റ് പ്രോബബിലിറ്റി പി ഓഫ് 1 എന്ന് പറയുന്നത്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബിലിറ്റി എത്രയാണ് തന്നിരിക്കുന്നത്? 0.15 ആണ് നമുക്ക് ക്വസ്റ്റനിൽ തന്നിരിക്കുന്നത്. സോ ഈ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കണം? ദിസ് മസ്റ്റ് ബി ഈക്വൽ ടു പി എക്സ് ഓഫ് 1 ഇൻറ്റു പി വൈ ഓഫ് 1. അപ്പൊ നമ്മുടെ ടേബിൾ തന്നിരിക്കുന്നത് ഏതാണ്? പി എക്സ് ഓഫ് 1 ആൻഡ് പി വൈ ഓഫ് 1. ഇതാണ് നമ്മുടെ പി എക്സ് ഓഫ് 1 എന്ന് പറയുന്നത് ആൻഡ് ഇതാണ് നമ്മുടെ പി വൈ ഓഫ് 1 എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കേ. 0.25 ഇൻറ്റു 0.60. സോ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.15 എന്ന് പറയുന്നത് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു പി ഓഫ് 1. സോ ഫസ്റ്റ് കേസിൽ നമുക്ക് എന്ത് കിട്ടി? പി ഓഫ് എക്സ് വൈ ജോയിന്റ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു ദി പ്രോഡക്റ്റ് ഓഫ് മാർജിനൽ പ്രോബബിലിറ്റീസ് ഓഫ് എക്സ് ആൻഡ് വൈ എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ എക്സ് ആൻഡ് വൈ ഇൻഡിപെൻഡന്റ് ആവണമെങ്കിൽ എല്ലാ പെയേഴ്സ് ഓഫ് എക്സ് വൈക്കും ഇത് സാറ്റിസ്ഫൈ ചെയ്യണ്ടേ? സോ ഇവിടെ ഏത് പേരെടുത്ത് നോക്കിയാലും, ഇപ്പം 1 2 എന്ന് പറയുന്നത് എടുത്ത് നോക്കിയാലും, അതല്ല 2 1 എടുത്ത് നോക്കിയാലും, 2 2, അതുപോലെ 3 1 3 2, ഏത് പേരെടുത്ത് നോക്കിയാലും നമുക്ക് ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ക്വസ്റ്റനിൽ എന്ത് പറയാനായിട്ട് പറ്റും? എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡന്റ്. അപ്പോൾ നമുക്ക് എക്സ് ആൻഡ് വൈ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് അല്ല എന്ന് കാണിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമുക്ക് തന്നിരിക്കുന്ന ജോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൽ നിന്നും ഏതെങ്കിലും ഒരു പെയർ ഓഫ് എക്സ് വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് കാണിച്ചാൽ മതി. അപ്പൊ എന്ത് ചെയ്യും? എക്സും വൈയും ഇൻഡിപെൻഡന്റ് അല്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇപ്പൊ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ്റെ അകത്ത് എക്സും വൈയും എന്താണ്? ഇൻഡിപെൻഡന്റ് ആണ്, കാരണം എല്ലാ എക്സ് വൈ പെയേഴ്സിനും നമ്മുടെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? എക്സ് എന്ന് പറയുന്നത് ഒരു പോസോൺ വേരിയബിൾ ആണ്, അതായത് എക്സ് ഫോളോസ് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ. പിന്നെ ഒരു കണ്ടീഷൻ നമുക്ക് തന്നിട്ടുണ്ട്. പി ഓഫ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ഈക്വൽ ടു പി ഓഫ് എക്സ് ഈക്വൽ ടു 2, അതായത് പ്രോബിലിറ്റി ഓഫ് 1ഉം പ്രോബിലിറ്റി ഓഫ് 2ഉം ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോബിലിറ്റി ഓഫ് 3 ആണ് കണ്ടുപിടിക്കേണ്ടത്. പോസോൺ ഡിസ്ട്രിബ്യൂഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പി എം എഫിനെ എങ്ങനെ നമ്മൾ എഴുതുന്നത്? പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ റേസ് ടു എക്സ് ഇ റേസ് ടു മൈനസ് ലാംഡ ബൈ എക്സ് ഫാക്ടോറിയൽ ആണ്, വേറെ എക്സ് എന്ന് പറയുന്നത് 0 1 2 എക്സെട്ര ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷനിൽ നിന്ന് നമുക്ക് തുടങ്ങാം. പി ഓഫ് എക്സ് ഈക്വൽ ടു 1 ഈക്വൽ ടു പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ സ്മോൾ എക്സിന്റെ സ്ഥാനത്ത് 1ഉം 2ഉം ഇട്ട് നമ്മുടെ പി ഓഫ് എക്സിനെ ഒന്ന് എഴുതിക്കുക. അപ്പൊ എങ്ങനെ വരും? ഈ കേസിൽ സ്മോൾ എക്സ് എന്ന് പറയുന്നത് 1 ആണ് അല്ലേ? അപ്പോൾ ലാംഡ റേസ് ടു 1 ഇ റേസ് ടു മൈനസ് ലാംഡ ബൈ 1 ഫാക്ടോറിയൽ എന്ന് വരും. റൈറ്റ് സൈഡിൽ സ്മോൾ എക്സ് എടുക്കുന്ന വാല്യൂ എന്താണ്? 2 ആണ്. സോ ലാംഡ റേസ് ടു 2 ഇ റേസ് ടു മൈനസ് ലാംഡ ബൈ 2 ഫാക്ടോറിയൽ എന്ന് വരും. ഇവിടെ നിന്ന് നമുക്ക് ഇ റേസ് ടു മൈനസ് ലാംഡ ക്യാൻസൽ ചെയ്ത് കളയാം. അതുപോലെ ഇവിടെ ഒരു ലാംഡ ഉണ്ട്, ഇവിടെ ഒരു ലാംഡ ഉണ്ട്. സോ ഫൈനലി നമുക്ക് ഇവിടുന്ന് സോൾവ് ചെയ്ത് വരുമ്പോൾ ലാംഡ എന്ന് പറയുന്നത് 2 എന്നാണ് കിട്ടുക. ഓക്കെ, അപ്പൊ നമുക്ക് ലാംഡയുടെ വാല്യൂ കിട്ടി. ഇനി ഈസി ആയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3. ഇതല്ലേ നമ്മളോട് ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നത്. പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 3 കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ പി ഓഫ് എക്സിന്റെ ഫോർമുല ലാംഡ റേസ് ടു 3 ഇ റേസ് ടു മൈനസ് ലാംഡ ബൈ 3 ഫാക്ടോറിയൽ എന്ന് വരും. അപ്പോൾ ലാംഡയുടെ വാല്യൂ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 2 ആണ്. ആ വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തേ. അപ്പോൾ 2 ക്യൂബ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് 2 ബൈ 3 ഫാക്ടോറിയൽ. 3 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എന്താണ്? 3 ഇൻറ്റു 2 ചെയ്താൽ മതി. 3 ഇൻറ്റു 2 ഇൻറ്റു 1 ആണ്. ഓക്കെ, സോ ഇതിനെ നമുക്ക് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും 0.18 എന്നാണ് നമ്മുടെ ആൻസർ കിട്ടുന്നത്.
നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്താ ഇവിടെ തന്നിരിക്കുന്നത്? ഒരു റാൻഡം വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കെ എക്സ് എന്ന് തന്നിട്ടുണ്ട്. എക്സ് എടുക്കുന്ന വാല്യൂസും തന്നിട്ടുണ്ട്. സോ നമുക്ക് നമ്മുടെ പി എം എഫ് ടേബിൾ അങ്ങ് വരയ്ക്കാം. അപ്പോൾ ആദ്യം എക്സ് എടുക്കുന്ന വാല്യൂസ് 1, 2 ആൻഡ് 3. അതുപോലെ എഫ് ഓഫ് എക്സ് എടുക്കുന്ന വാല്യൂസ് എന്തായിരിക്കും? ആദ്യം നമുക്ക് എഫ് ഓഫ് 1 വേണ്ടേ? തന്നിരിക്കുന്നത് എന്താണ്? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു കെ എക്സ് ആണ്. അപ്പോൾ എഫ് ഓഫ് 1 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? കെ ഇൻറ്റു 1, അതായത് കെ എന്ന് കിട്ടും. ഓക്കെ, സോ എഫ് ഓഫ് 1 എന്ന് പറയുന്നത് കെ എന്ന് കിട്ടും. അടുത്ത എഫ് ഓഫ് 2 എന്ന് പറയുന്നത് നമുക്ക് 2k ആണ് കിട്ടുന്നത്. എഫ് ഓഫ് 3 എന്ന് പറയുന്നത് 3k ആണ് കിട്ടുന്നത്. അപ്പൊ നമ്മളോട് ഇവിടെ കെയുടെ വാല്യൂ ചോദിച്ചിട്ടുണ്ട് അല്ലേ? സോ നമ്മൾ പി എം എഫിന്റെ പ്രോപ്പർട്ടി സമ്മേഷൻ എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ സമ്മേഷൻ ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് തന്നെയാണ് സ്മോൾ പി ഓഫ് എക്സ് എന്ന് പറയുന്നത്. സോ സമ്മേഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ എക്സ് എടുക്കുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? 1 to 3 ആണ്. അതായത് എഫ് ഓഫ് 1 പ്ലസ് എഫ് ഓഫ് 2 പ്ലസ് എഫ് ഓഫ് 3 ഈക്വൽ ടു 1. അതായത് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഈ എഫ് ഓഫ് എക്സ് വാല്യൂസ് കെ പ്ലസ് 2k പ്ലസ് 3k ചെയ്താൽ മതി. അപ്പോൾ കെ പ്ലസ് 2k പ്ലസ് 3k ഈക്വൽ ടു 1 എന്ന് വരും. അതായത് ഇതിനെ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ കെയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 1/6 എന്നായിരിക്കും. സോ കെ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ട്. എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 കൂടെ വേണം അല്ലേ? അപ്പൊ ഇവിടെ എക്സ് എടുക്കുന്ന വാല്യൂസ് എന്ന് പറയുന്നത് ഏതൊക്കെയാ? 1, 2 ആൻഡ് 3 ആ. അപ്പൊ അതിൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടുന്ന ഏതൊക്കെ പ്രോബിലിറ്റീസ് ആ? പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1 ആൻഡ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2 ആണ്. അപ്പം ഈ പി ഓഫ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് എന്താ? എഫ് ഓഫ് 1 ആണ്. ആൻഡ് പി ഓഫ് എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുന്നത് എഫ് ഓഫ് 2 ആണ്. അപ്പോൾ എഫ് ഓഫ് 1 എന്ന് പറയുന്നത് എന്താ? കെ ആ. കെ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 1/6 ആണ്. സോ 1/6 പ്ലസ് അടുത്ത എന്താ? എഫ് ഓഫ് 2 വേണം. എഫ് ഓഫ് 2 എന്ന് പറയുന്നത് 2k ആണ്. കെയുടെ വാല്യൂ 1/6 ആണ്. സോ 2k എന്ന് പറയുന്നത് 2/6 എന്ന് വരും. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എന്ത് വരും? 3/6 വിച്ച് ഇസ് ഈക്വൽ ടു 1/2 എന്നാണ് നമുക്ക് ഇവിടെ ആൻസർ കിട്ടുക. അപ്പൊ നമുക്ക് വേഗം തന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? എക്സ് എന്ന് പറയുന്ന ഒരു പോസോൺ റാൻഡം വേരിയബിൾ ആണ്. ആൻഡ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 4 കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കറിയാം പോസോൺ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മുടെ പി എം എഫ് പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ എക്സ്. ലാംഡ റേസ് ടു എക്സ് ഇ റേസ് ടു മൈനസ് ലാംഡ ബൈ എക്സ് ഫാക്ടോറിയൽ ആണ് ഫോർ എക്സ് ഇസ് ഈക്വൽ ടു 0, 1, 2 എറ്റ്സെട്ര. അപ്പൊ നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4 ആണ്. അതായത് ലാംഡ റേസ് ടു 4 ഇ റേസ് ടു മൈനസ് ലാംഡ ബൈ 4 ഫാക്ടോറിയൽ. സോ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ലാംഡ വേണം അല്ലേ? പക്ഷെ നമ്മുടെ ക്വസ്റ്റിൻ്റെ അകത്ത് ലാംഡയുടെ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല. പക്ഷെ എന്ത് തന്നിട്ടുണ്ട്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 6 എന്ന് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ പോസോൺ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ നമ്മുടെ എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ മീൻ എന്ന് പറയുന്നത് എന്താണ്? മീൻ ഇസ് ഈക്വൽ ടു ലാംഡയാണ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഈ എക്സ്പെക്ടേഷൻ ഈക്വൽ ടു 6 എന്ന് പറയുന്നത് ലാംഡയുടെ വാല്യൂ തന്നെയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷന്റെ അകത്ത് ലാംഡയ്ക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? 6 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. സോ വി ഗെറ്റ് 6 റേസ് ടു 4 ഇ റേസ് ടു മൈനസ് 6 ബൈ 4 ഫാക്ടോറിയൽ 0.1338 എന്നാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ഫോളോ ചെയ്യുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതുപോലെ മീനും വേരിയൻസും നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് 1 കണ്ടുപിടിക്കാനാണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഫസ്റ്റ് നമ്മുടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ പി എം എഫ് ഒന്ന് എഴുതാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എന്നിന്റെ വാല്യൂ അറിയില്ല, പിയുടെ വാല്യൂ അറിയില്ല, ക്യൂവിന്റെ വാല്യൂ അറിയില്ല. സ്മോൾ പി എന്ന് പറയുന്നത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആണ്. ക്യൂ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ ആണ്. അപ്പോൾ ഈ എൻ, പി ആൻഡ് ക്യൂ ഈ 3 വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ക്വസ്റ്റനിൽ എന്ത് തന്നിരിക്കുന്നത്? മീൻ ഈക്വൽ ടു 6 ആൻഡ് വേരിയൻസ് ഈക്വൽ ടു 4 എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെയാ എന്നും പിയും ക്യൂവും കണ്ടുപിടിക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് മീനിൽ നിന്ന് തന്നെ തുടങ്ങാം. മീൻ എന്ന് പറയുന്നത് എന്താ? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ മീനിന്റെ ഫോർമുല എൻ ഇൻറ്റു പി ആണ്. സോ അതാണ് നമുക്ക് 6 എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. അതുപോലെ വേറൊരു കാര്യം കൂടെ തന്നിട്ടുണ്ടല്ലോ, വേരിയൻസ് ഈക്വൽ ടു 4. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ നമ്മുടെ വേരിയൻസ് എന്ന് പറയുന്നതിന്റെ ഫോർമുല എന്താണ്? എൻ പി ക്യൂ. അതാണ് നമുക്ക് 4 എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ അകത്ത് നമ്മുടെ ഈ എൻ പി എന്ന് പറയുന്നത് എന്താണ്? 6 ആണ് അല്ലെ? സോ 6 ഇൻറ്റു ക്യൂ ഈക്വൽ ടു 4. അതായത് ക്യൂ എന്ന് പറയുന്നത് നമുക്ക് 4/6 എന്ന് കിട്ടും. അതായത് 2/3. അപ്പൊ ക്യൂവിന്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇനിയിപ്പം പി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം പി പ്ലസ് 2 എന്ന് പറയുന്നത് 1 ആണല്ലേ? സോ ക്യൂ നമുക്ക് കിട്ടി എന്താണ്? 2/3 ആണ്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് പിയുടെ വാല്യൂ എന്ത് കിട്ടും? 1 മൈനസ് 2/3, അതായത് 1/3 എന്ന് കിട്ടും. നമുക്ക് ഇവിടെ പിയും ക്യൂവും കിട്ടി അല്ലെ? ഇനി എന്നിന്റെ വാല്യൂ കൂടെ കണ്ടുപിടിക്കണ്ടേ? അപ്പൊ അതിന് എന്ത് ചെയ്താൽ മതി? ഇവിടെ നമുക്ക് എൻ പി ക്യൂ ഇസ് ഈക്വൽ ടു 4 എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, വേരിയൻസ് ഈക്വൽ ടു 4. അതിൽ നിന്നാണ് എൻ പി ക്യൂ ഈക്വൽ ടു 4 എന്ന് നമുക്ക് കിട്ടിയത്. ഇതിന്റെ അകത്ത് പിയുടെയും ക്യൂവിന്റെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ അപ്പൊ എൻ ഇൻറ്റു 1/3 ഇൻറ്റു 2/3 ഈക്വൽ ടു 4 എന്ന് കിട്ടും. സോ ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എൻ ഇസ് ഈക്വൽ ടു 18 എന്ന് കിട്ടും. ഇപ്പൊ നമുക്ക് എൻ ആയി, പി ആയി, ക്യൂ ആയി. ഇനിയിപ്പോ നമുക്ക് ഡയറക്റ്റ് ചോദിച്ചിരിക്കുന്നത് എന്താ? പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1. സോ നമുക്ക് ഫോർമുലയിൽ ഇട്ട് കൊടുത്താൽ മതി.
പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് ആണ്. സോ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് എന്നിന്റെ വാല്യൂ 18 ആണ് കിട്ടിയത്. സ്മോൾ എക്സ് ആണ് നമ്മുടെ ഈ 1 എന്ന് പറയുന്നത്. സോ 18 സി 1 പിയുടെ വാല്യൂ നമുക്ക് എന്താ കിട്ടിയത്? 1/3 കിട്ടി അല്ലേ? സോ 1/3 ദ ഹോൾ റേസ് ടു എക്സ്. ക്യൂവിന്റെ വാല്യൂ നമുക്ക് കിട്ടിയത് 2/3 ദ ഹോൾ റേസ് ടു എൻ മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ 18 മൈനസ് 1. സോ ഇതിനെ നമുക്ക് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 0.00653 എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് കിട്ടുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് k ബൈ 2 റേസ് ടു എക്സ് ആണ് നമുക്ക് തന്നിരിക്കുന്ന പി എം എഫ് എന്ന് പറയുന്നത്. സോ എക്സ് എടുക്കുന്ന വാല്യൂസ് 0 തൊട്ട് 4 വരെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കെയുടെ വാല്യൂവും അതുപോലെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ എളുപ്പം നമുക്ക് എന്ത് ചെയ്യാം? ടേബിൾ വരയ്ക്കാം. ആദ്യം നമുക്ക് എക്സ് എടുക്കുന്ന വാല്യൂസ് ഏതൊക്കെയാ? 0, 1, 2, 3 ആൻഡ് 4 എന്ന് എഴുതാം. അതുപോലെ അടുത്ത എന്താണ്? എഫ് ഓഫ് എക്സ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എഫ് ഓഫ് 0 വേണ്ടേ? സോ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്നത് k ബൈ 2 റേസ് ടു എക്സ്. സോ എഫ് ഓഫ് 0 എന്ന് പറയുമ്പോൾ എക്സിന്റെ സ്ഥാനത്ത് 0 ഇട്ട് കൊടുക്കുമ്പോൾ k ബൈ 2 റേസ് ടു 0, അതായത് k എന്ന് തന്നെ വരും അല്ലേ? അതുപോലെ എഫ് ഓഫ് 1 കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് k ബൈ 2 കിട്ടും. ഇങ്ങനെ എല്ലാ വാല്യൂസും കണ്ടുപിടിച്ച് ഞാൻ ടേബിൾ അങ്ങ് എഴുതാം. സോ നമ്മുടെ പി എം എഫ് ടേബിൾ നമ്മൾ എഴുതി. ഇനി നമുക്ക് എന്താ വേണ്ടുന്നത്? ഫസ്റ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കെയുടെ വാല്യൂ ആണ് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ഇത്രയും നേരം ചെയ്തതുപോലെ തന്നെ നമ്മുടെ പി എം എഫിന്റെ സെക്കൻഡ് പ്രോപ്പർട്ടി സമ്മേഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മൾ കെ കണ്ടുപിടിക്കാൻ പോകുന്നത്. സമ്മേഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1. എക്സ് റേഞ്ച് ചെയ്യുന്നത് എവിടെ തൊട്ട് എവിടെ വരെയാ? 0 തൊട്ട് 4 വരെയാണ്. അപ്പൊ നമ്മുടെ ടേബിളിൽ നിന്നുള്ള വാല്യൂസ് ഉണ്ടല്ലോ, k ബൈ 2, k ബൈ 4, k ബൈ 8 ആൻഡ് k ബൈ 16. ഇത് ഇത്രയും കൂടെ ആഡ് ചെയ്ത് ഈക്വൽ ടു 1 ഇടുക. സോ ഇത് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 16/31 എന്നാണ്. ഇനി നമ്മളോട് സെക്കൻഡ് പാർട്ടിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? എക്സ് 2വിനേക്കാളും ചെറുതോ അല്ലെങ്കിൽ 2വിനോട് ഈക്വലോ ആവണം അല്ലെ? അതായത് എക്സ് ഈക്വൽ ടു 0 വരും, എക്സ് ഈക്വൽ ടു 1 ആൻഡ് എക്സ് ഈക്വൽ ടു 2. അപ്പോൾ അവിടെ നമുക്ക് വേണ്ടുന്ന പ്രോബിലിറ്റീസ് ഏതൊക്കെയാ? പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0, probability of x is equal to 1 and probability of x is equal to 2. അപ്പോൾ നമ്മുടെ ഈ മൂന്ന് വാല്യൂസ് എടുത്ത് ആഡ് ചെയ്താൽ മതി. k ബൈ 2 ആൻഡ് k ബൈ 4. അപ്പോൾ ഇത് ഇത്രയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 7k ബൈ 4 എന്ന് കിട്ടും. ലാസ്റ്റ് നമുക്ക് കെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ 7/4 ഇൻറ്റു നമ്മൾ കെയുടെ വാല്യൂ ഇപ്പോൾ കണ്ടുപിടിച്ചത് എത്രയായിരുന്നു? 16/31 ആണ് അല്ലേ? സോ ഇവിടെ നമുക്ക് ഫൈനലി സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 28/31 എന്നാണ്. ഈ ക്വസ്റ്റനിൽ നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് മീനും വേരിയൻസും മാത്രമേ ഉള്ളൂ അല്ലെ? അപ്പൊ മീൻ എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്നറിയാം? എൻ പി ആണ് അല്ലെ? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. സോ എൻ പി ഈക്വൽ ടു 4. അതുപോലെ വേരിയൻസ് 3 എന്ന് പറഞ്ഞാൽ എൻ പി ക്യൂ ഈക്വൽ ടു 3. അതായത് ഈ എൻ പിയുടെ സ്ഥാനത്ത് നമുക്ക് 4 ഇട്ട് കൊടുക്കാം. അപ്പൊ 4 ഇൻറ്റു ക്യൂ ഇസ് ഈക്വൽ ടു 3. അപ്പൊ ഇവിടെ നമുക്ക് ക്യൂവിന്റെ വാല്യൂ എത്രയാണ് കിട്ടുന്നത്? 3/4 എന്ന് കിട്ടും. ഇനി നമുക്ക് പി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നമ്മൾ പറഞ്ഞു പി പ്ലസ് ക്യൂ എന്ന് പറയുന്നത് 1 ആണ്. സോ ക്യൂവിന്റെ സ്ഥാനത്ത് 3/4 ഇട്ട് കൊടുക്കുക. സോ ഈ ഇക്വേഷനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് പിയുടെ വാല്യൂ കിട്ടുന്നത് 1/4 എന്നായിരിക്കും. അപ്പൊ പിയും ക്യൂവും നമുക്ക് കിട്ടി. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എഴുതണമെങ്കിൽ നമുക്ക് എന്നിന്റെ വാല്യൂവും കൂടി വേണം അല്ലെ? എൻ പി ക്യൂ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞിട്ട് വേരിയൻസിന്റെ ഫോമുല നമുക്കുണ്ടല്ലോ. സോ ഇതിന്റെ അകത്ത് നമുക്ക് പിയുടെയും ക്യൂവിന്റെയും വാല്യൂസ് ഇട്ട് കൊടുക്കാം. സോ എൻ ഇൻറ്റു പിയുടെ സ്ഥാനത്ത് 1/4 ഇട്ട് കൊടുക്കുക, ക്യൂവിന്റെ സ്ഥാനത്ത് 3/4 ഇട്ട് കൊടുക്കുക, ഈക്വൽ ടു 3. സോ ഇതിനെ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് 16 ആയിട്ടാണ് കിട്ടുക. നമുക്ക് ഇവിടെ എന്നിന്റെ വാല്യൂ കിട്ടി, ക്യൂവിന്റെ വാല്യൂ കിട്ടി, പിയുടെ വാല്യൂവും കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എഴുതാനായിട്ടാണ് അല്ലെ? സോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മുടെ പി എം എഫ് പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് ആണ്. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മുടെ എന്നിന്റെയും പിന്റെയും ക്യൂവിന്റെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പം 16 സി എക്സ് 1/4 ദ ഹോൾ റേസ് ടു എക്സ് ഇൻറ്റു 3/4 ദ ഹോൾ റേസ് ടു 16 മൈനസ് എക്സ്. ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ എഴുതി കഴിഞ്ഞാൽ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, നമ്മുടെ എക്സിന്റെ വാല്യൂസും കൂടെ എഴുതുക. എക്സ് ഇവിടെ എത്രയായിരിക്കും എടുക്കുക? എൻ എന്ന് പറയുന്നത് 16 ആ അല്ലെ? സോ ഇവിടെ നമുക്ക് 0, 1, 2 എക്സെട്ര ഇങ്ങനെ 16 വരെ ആയിരിക്കും എക്സ് എടുക്കുന്ന വാല്യൂസ്. ഇവിടെ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സ് എന്ന് പറയുന്നത് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നത്. നമുക്ക് മീൻ തന്നിട്ടുണ്ട്. സോ പോസോൺ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മുടെ മീൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാ? നമ്മുടെ പാരാമീറ്റർ ലാംഡ തന്നെയാണ്. സോ ലാംഡയുടെ വാല്യൂ ആണ് ഇവിടെ തന്നിരിക്കുന്നത് 6 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1 ആൻഡ് വേരിയൻസ് ഓഫ് എക്സ് ആണ്. അപ്പോൾ നമുക്കറിയാം പോസോൺ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ പി എം എഫ് എന്ന് പറയുന്നത് എന്താണ്? ലാംഡ റേസ് ടു എക്സ് ഇ റേസ് ടു മൈനസ് ലാംഡ ബൈ എക്സ് ഫാക്ടോറിയൽ ആണ്. എക്സ് എന്ന് പറയുന്നത് 0, 1, 2 എക്സെട്ര ഇങ്ങനെ കൊടുക്കുക. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സ്മോൾ പി ഓഫ് 1. അത് തന്നെയാണ് എന്ത്? പി ഓഫ് ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത്. അപ്പൊ സ്മോൾ എക്സിന്റെ സ്ഥാനത്ത് എന്ത് ഇട്ട് കൊടുത്താൽ മതി? 1 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ലാംഡ റേസ് ടു 1 ഇ റേസ് ടു മൈനസ് ലാംഡ ബൈ 1 ഫാക്ടോറിയൽ എന്ന് വരും. ലാംഡയുടെ വാല്യൂ നമുക്കറിയാം എന്താണ്? 6 ആണ് തന്നിരിക്കുന്നത് അല്ലെ? സോ 6 റേസ് ടു 1 ഇ റേസ് ടു മൈനസ് 6 ബൈ 1 ഫാക്ടോറിയൽ, അതായത് 6 ഇൻറ്റു ഇ റേസ് ടു മൈനസ് 6 എന്ന് വരും. അതിന്റെ വാല്യൂ 0.01487 എന്നാണ്.
ഇനി ഇതിന്റെ കൂട്ടത്തിൽ നമ്മളോട് എന്തും കൂടി ചോദിച്ചിട്ടുണ്ട്, വേരിയൻസ് ഓഫ് എക്സ് ചോദിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്കറിയാം പോസോൺ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ മീനും വേരിയൻസും എന്ത് തന്നെയായിരിക്കും, ലാംഡ തന്നെയായിരിക്കും. അത് പഠിച്ചു വെച്ചോണം. മീൻ ഈക്വൽ ടു വേരിയൻസ് ഇസ് ഈക്വൽ ടു ലാംഡ ഫോർ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ ഇവിടെ നമുക്ക് മീൻ തന്നിട്ടുണ്ട് 6 ആണെന്ന്. സോ വേരിയൻസും എന്ത് തന്നെയായിരിക്കും, 6 തന്നെയായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്, എക്സ് എന്ന് പറയുന്ന ഒരു ബൈനോമിയൽ റാൻഡം വേരിയബിൾ വിത്ത് പാരാമീറ്റേഴ്സ് n ഈക്വൽ ടു 100 ആൻഡ് സ്മോൾ p ഈക്വൽ ടു 0.02. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 3 യൂസിങ് പോസോൺ അപ്രോക്സിമേഷൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ പോസോൺ അപ്രോക്സിമേഷൻ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് പോസോൺ ഡിസ്ട്രിബ്യൂഷന്റെ പാരാമീറ്റർ ആയ ലാംഡ കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് എന്ത് മാത്രമേ ഉള്ളൂ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലെ പാരാമീറ്റേഴ്സ് ആയ എന്നും പിയും തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്കറിയാം മീൻ കണ്ടുപിടിക്കാനായിട്ട് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ മീൻ എന്ന് പറയുന്നതിന്റെ ഫോർമുല എന്താണ്, n ഇൻറ്റു പി അല്ലേ? ആൻഡ് പോസോൺ ഡിസ്ട്രിബ്യൂഷനിൽ നമുക്കറിയാം ഈ മീൻ തന്നെയാണ് എന്ത്, ലാംഡ. സോ ലാംഡ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, എൻ പി ചെയ്താൽ മതി. അതായത് 100 ഇൻറ്റു 0.02 ചെയ്യാം. അപ്പൊ നമുക്ക് ലാംഡയുടെ വാല്യൂ എന്ന് പറയുന്നത് 2 എന്ന് കിട്ടും. ഇനി നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 3 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2. 3ക്ക് താഴെ വരെയുള്ള എക്സിന്റെ വാല്യൂസ് അല്ലേ വേണ്ടുന്നത്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 1 ആൻഡ് എക്സ് ഈക്വൽ ടു 2. ഈ 3 പ്രോബിലിറ്റീസ് ആയിരിക്കും നമ്മൾ ആഡ് ചെയ്യേണ്ടത്. നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഏതാ, പോസോൺ അപ്രോക്സിമേഷനാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ പ്രോബിലിറ്റീസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, നമുക്കറിയാം പോസോൺ അപ്രോക്സിമേഷൻ യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ പി എം എഫ് ഓഫ് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ലാംഡ റേസ് ടു എക്സ് ഇ റേസ് ടു മൈനസ് ലാംഡ ബൈ എക്സ് ഫാക്ടോറിയൽ ആണ് അല്ലെ? അപ്പോൾ പി ഓഫ് 0 കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം, എക്സിന്റെ സ്ഥാനത്ത് 0 ഇട്ട് കൊടുക്കുക. ലാംഡ എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചു എന്തായിരുന്നു, 2 ആയിരുന്നു. സോ 2 റേസ് ടു 0 ഇ റേസ് ടു മൈനസ് 2 ബൈ 0 ഫാക്ടോറിയൽ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് 2 ഇങ്ങനെയായിരിക്കും കിട്ടുക. ഇതുപോലെ തന്നെ നമുക്ക് എന്തും കണ്ടുപിടിക്കാൻ പറ്റും, പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ആൻഡ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2. ഇത് രണ്ടും നമ്മുടെ ഈ ഒരു ഫോർമുലയിൽ ഇട്ട് കൊടുത്ത് കണ്ടുപിടിക്കുക. എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഈ ഇക്വേഷൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എല്ലാം കണ്ടുപിടിച്ച് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 3 എന്ന് പറയുന്നത് ഈക്വൽ ടു 0.676 എന്ന് പറഞ്ഞിട്ടായിരിക്കും കിട്ടുക. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ, നമ്മൾ ഇത്രയും നേരം പഠിച്ചതിൽ നിന്നും ചെറിയൊരു വ്യത്യാസമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് അല്ലേ? ഇവിടെ തന്നിരിക്കുന്നത് സർക്കുലർ മെറ്റലിക് ഡിസ്കുകളുടെ ഡയമീറ്റേഴ്സിന്റെ മീനും വേരിയൻസും ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ ഡയമീറ്ററുകളുടെ മീനും വേരിയൻസും ആയതുകൊണ്ട് നമുക്ക് ഇതിനെ എക്സ്പെക്ടേഷൻ ഓഫ് ഡി, അതാണല്ലോ മീൻ എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ആണ്. സോ നമുക്ക് എക്സ്പെക്ടേഷന്റെ സിമ്പിൾ ആയിട്ട് ഇ ഓഫ് ഡി എന്ന് ഇടാം. അതാണ് നമുക്ക് തന്നിരിക്കുന്ന 6 സെന്റിമീറ്റേഴ്സ്. അതുപോലെ വേരിയൻസ് എന്ന് പറയുന്നത് എന്താ തന്നിരിക്കുന്നത്, 2 സെന്റിമീറ്റേഴ്സ്. സോ അതിനെ നമുക്ക് വി ഓഫ് ഡി എന്ന് ഇടാം. വി ഓഫ് ഡി ഈക്വൽ ടു 2 സെന്റിമീറ്റേഴ്സ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ, മീൻ ഏരിയ. അതായത് ഏരിയ എന്ന് പറയുന്നതിനെ എ ആയിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മീൻ, അതായത് എക്സ്പെക്ടേഷൻ ഓഫ് എ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം, സർക്കുലർ ഡിസ്കിന്റെ ഏരിയ എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം, നമുക്കറിയാം ഏരിയ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ ആണ് ഫോർ എ സർക്കിൾ അല്ലെ? അപ്പോൾ ഇവിടെ ഡയമീറ്ററിന്റെ രൂപത്തിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആർ എന്ന് പറയുന്നത് എന്താണ്, ഡയമീറ്ററിന്റെ ഹാഫ് അല്ലേ? അപ്പൊ നമുക്ക് ഈ കേസിൽ ഏരിയനെ ഒന്ന് റീറൈറ്റ് ചെയ്തേ, ഡയമീറ്ററിന്റെ രീതിയിൽ റീറൈറ്റ് ചെയ്യുമ്പോൾ പൈ ഇൻറ്റു ഡി ബൈ 2 ദി ഹോൾ സ്ക്വയർ എന്ന് വരും അല്ലെ? അതായത് ഇതെന്താണ്, പൈ ബൈ 4 ഡി സ്ക്വയർ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഏരിയയുടെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചു, പൈ ബൈ 4 ഡി സ്ക്വയർ ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, എക്സ്പെക്ടേഷൻ ഓഫ് ഏരിയ ആണ് വേണ്ടത് അല്ലേ? അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കിക്കേ, എക്സ്പെക്ടേഷൻ ഓഫ് എ എന്ന് പറയുന്നത് ഈ പൈ ബൈ 4 എന്ന് പറയുന്ന കോൺസ്റ്റന്റിനെ നമുക്ക് ഇങ്ങ് പുറത്തേക്ക് തന്നെ ഇട്ടേക്കാം. അപ്പൊ പൈ ബൈ 4 ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് ഡി സ്ക്വയർ. എക്സ്പെക്ടേഷൻ ഓഫ് എ കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി, പൈ ബൈ 4 ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് ഡി സ്ക്വയർ. പക്ഷേ ഈ എക്സ്പെക്ടേഷൻ ഓഫ് ഡി സ്ക്വയർ നമുക്ക് അറിയാമോ, അറിയില്ല. അതിന് പകരമാണ് അവർ നമുക്ക് എന്ത് തന്നിരിക്കുന്നത്, മീനും വേരിയൻസും തന്നിരിക്കുന്നത്. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക് നോക്കാം. നമുക്കറിയാം വേരിയൻസ് ഓഫ് ഡി എന്ന് പറയുന്നത് എന്താണ്, എക്സ്പെക്ടേഷൻ ഓഫ് ഡി സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് ഡി ദി ഹോൾ സ്ക്വയർ. അതായത് നമ്മുടെ വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നതിനെ എങ്ങനെ എഴുതുന്നത്, നമ്മൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതില്ലേ? ആ സെയിം സ്ഥാനത്തിനെ എക്സിന്റെ സ്ഥാനത്ത് ഡി ഇട്ട് കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. വേരിയൻസ് ഓഫ് ഡി നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്, 2 ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ്പെക്ടേഷൻ ഓഫ് ഡി സ്ക്വയർ ആണ്. അതിനെ അങ്ങനെ തന്നെ ഇടാം. ഇനി ഈ എക്സ്പെക്ടേഷൻ ഓഫ് ഡി എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ മീൻ ആണല്ലേ? അത് എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്, 6 ആണ്. സോ 6 സ്ക്വയർ. സോ ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് ഡി സ്ക്വയർ ഈക്വൽ ടു 38 എന്നാണ് കിട്ടുന്നത്. ഇനി എന്ത് ചെയ്താൽ മതി, നമ്മുടെ എക്സ്പെക്ടേഷൻ ഓഫ് എ എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷന്റെ അകത്ത് എക്സ്പെക്ടേഷൻ ഓഫ് ഡി സ്ക്വയർ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ റിക്വയർഡ് ആൻസർ കിട്ടും. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എ എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചിരുന്നത് എന്താണ്, പൈ ബൈ 4 ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് ഡി സ്ക്വയർ ആണെന്ന് കിട്ടി. അപ്പോൾ അത് ഡയറക്റ്റ് ആയിട്ട് ഇതിന്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ വി ഗെറ്റ് പൈ ബൈ 4 ഇൻറ്റു 38.
വിച്ച് ഈസ് ഈക്വൽ ടു 19/2 പൈ എന്നാണ് കിട്ടുക. 9.5 പൈ ഏരിയ ആയതുകൊണ്ട് നമുക്ക് ഇതിനെ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് ഇട്ടേക്കാം. സോ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്